വാർത്തകൾ വരുമ്പോൾ നമ്മൾ പൊതുവെ അതായത് നമ്മൾ ഒരു വാർത്ത വരുമ്പോൾ പെട്ടെന്ന് അത് ടെലികാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ ടെലികാസ്റ്റ് ചെയ്ത പല വാർത്തകളും പിന്നീട് തെറ്റാണെന്നും നമുക്കത് തിരുത്തി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അല്ലാതെ വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു തെറ്റായ വാർത്ത പറയേണ്ട ഒരു ഓർമ്മ എനിക്ക് അങ്ങനെ സംഭവിച്ചത് സ്വന്തമായിട്ട് അല്ലെങ്കിൽ പോലും വേറൊരാൾക്ക് ഉണ്ടായിട്ടുള്ള ഒരു സംഭവം ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒരു ഇൻസിഡന്റ്, അതായത് ന്യൂസ് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഓൺ എയർ പോവേണ്ടി വന്നത്? എനിക്ക് തോന്നുന്നു ഞാൻ മീഡിയയിൽ വരുന്നതിന് മുമ്പാണ് ഒരു ഡോക്ടർ, കോഴിക്കോടുള്ള ഒരു ഡോക്ടർ, ഒരു 75-year old ആയിട്ടുള്ള ഡോക്ടറാണ്. അപ്പൊ ഈ ഡോക്ടറിന്റെ പേരിൽ ഒരു പീഡന കേസ്, പനിയായിട്ട് വന്ന 11 വയസ്സുകാരിയായ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പൊ ഈ വാർത്ത വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഇത്രയും 70-ന് മുകളിലുള്ള ഒരു ഡോക്ടർ, അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ ഒരു കരിയർ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈ എന്തെങ്കിലുമൊക്കെ കേസുകൾ വരാതിരിക്കില്ല. പനി പിടിച്ചിരുന്ന ഒരു 11 വയസ്സുകാരിയോട് അങ്ങനെ പെരുമാറാൻ ഈ പുള്ളിക്ക് പറ്റുമോന്ന്. പക്ഷെ ആ വാർത്ത പലയിടത്തും ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ പിന്നെ പിറ്റേ ദിവസമാണ് അറിഞ്ഞത് ഇദ്ദേഹം ചിലരോട് ഫീസ് വാങ്ങിക്കില്ല, വളരെ കുറഞ്ഞ ഫീസ് 50-ൽ താഴെ രൂപയ്ക്കാണ് ഇദ്ദേഹം ചികിത്സിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പണി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആരോ ചെയ്ത ഒരു കാര്യമാണെന്ന് ഇങ്ങനെ ഞാൻ പിന്നീട് കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഒരു വാർത്ത, MBD ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ പീഡിപ്പിച്ചു എന്ന വാർത്ത. അപ്പൊ ഞാൻ പറഞ്ഞു, ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ എന്തായാലും പീഡിപ്പിക്കാൻ ഒരു സ്കോപ്പ് ഇല്ല. കാരണം നമ്മൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒന്നിലേറെ കാൻഡിഡേറ്റ്സ് ആണ് അതിനകത്തിരിക്കുന്നത്. ആകെപ്പാടെ നമുക്ക് കിട്ടുന്ന കുറച്ച് സമയം, അതിന്റെ ഇടയിൽ അതിനൊരു സാധ്യത കുറവാണ് എന്ന് അതും അന്വേഷിച്ചപ്പോ ഈ പറയുന്ന എന്തോ ഒരു മണൽ മാഫിയയുമായിട്ട് അദ്ദേഹത്തിന് ഒരു തർക്കമുണ്ട്. എന്നാ പിന്നെ ഇയാൾക്കിരുന്നോട്ടെ ഒരു പണി എന്ന് വെച്ച്. അപ്പൊ ഇങ്ങനെ പല രീതിയിലും വാർത്തകൾ വരാം. അപ്പോ ഇങ്ങനെ വാർത്തകൾ വരുമ്പോ ചിലപ്പോ പെട്ടെന്നത് വാർത്തകൾ ചിലപ്പോ ചിലർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതിൽ തിരുത്തലുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് വാർത്ത തന്നെ, ഇപ്പം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയുണ്ട്, നമ്മുടെ ചീഫ് എഡിറ്റർ തന്നെയാണ് പറഞ്ഞത് അതിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് പറ്റി, ഞങ്ങൾ ഉദ്ദേശിച്ചത് അതല്ല, ഇതാണ് ഈ പറയുന്ന പോലെ എസ്റ്റിമേറ്റ് ആണ്, അല്ലാതെ ഈ പറയുന്ന ചെലവായ കണക്കുകളല്ല. അപ്പൊ നമ്മൾ ഏത് കേസിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ചീഫ് എഡിറ്റർ ഉണ്ട്. കാരണം നമുക്ക് അബദ്ധം പറ്റി എന്ന ചങ്കൂറ്റത്തോടു കൂടെ തന്നെ, എന്ന് പറഞ്ഞാൽ അബദ്ധം പറ്റിയെന്ന ചങ്കൂറ്റത്തോടെന്നല്ല, അത് സമ്മതിക്കാനുള്ള ചങ്കൂറ്റം അദ്ദേഹത്തിനുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ന്യൂസ് ഫ്ലോർ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഭയങ്കര ടെക്നിക്കൽ സപ്പോർട്ടോടുകൂടി നമ്മളാണ് ഓൺ എയർ പോകുന്നത്, നമ്മുടെ ഫേസ് മാത്രമേ കാണുന്നുള്ളെങ്കിലും ടെക്നിക്കലി ഒരുപാട് പേര് ഇൻവോൾവ് ആയിട്ടാണ് ഇത് വർക്ക്ഔട്ട് ആവുന്നത്. അപ്പം അങ്ങനെ ന്യൂസ് ഫ്ലോറിൽ ലൈവിൽ നിൽക്കുന്ന സമയത്ത് ടെക്നിക്കൽ എറർ എന്തെങ്കിലും ഉണ്ടായി ഒരു പ്രശ്നം ഫേസ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ടെക്നിക്കൽ എറർ ഉണ്ടാവാറുണ്ട്. പ്രോംപ്റ്റർ അടിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ, കാരണം ചിലപ്പോൾ റാറ്റ് വർക്ക് ചെയ്യില്ല, പ്രോംപ്റ്റർ അടിച്ചു പോകും. ചിലപ്പം PCR ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു കാര്യം മേളിലോട്ട് എടുത്തു വെക്കുമ്പോൾ നമ്മുടെ മുന്നിലുള്ള സ്ക്രിപ്റ്റ് അപ്പാടെ പോകും. പിന്നെ ചിലപ്പം ആരെങ്കിലും ഒരാൾ, ഇപ്പം ചേച്ചി മുരളീധരൻ ഉണ്ട് എന്ന് പറയും. അപ്പൊ അവർക്ക് ആ സ്പോട്ടിൽ പറയണം. അപ്പൊ അന്നേരം അവര് കേന്ദ്രമന്ത്രി ബഹുമാന്യനായതൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അവരിങ്ങനെ പറയാം. അപ്പൊ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും, കെ മുരളീധരനാണോ വി മുരളീധരനാണോ, ആ രീതിയിൽ. അപ്പൊ ഇങ്ങനെയുള്ള വളരെ ഷോർട്ടായിട്ട് അവർ ചെയ്യേണ്ട അത് അവരുടെ പ്രൊഫഷന്റെ ഭാഗമാണ്. ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ആങ്കറിന്റെ അടുത്ത് കയറുക എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ചില സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം. ഈ ടെക്നിക്കൽ എറർ ഈ പറയുന്നത് മെയിൻ ആയിട്ട് ഈ പ്രോംപ്റ്ററിന്റെ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. ഓവർലോഡൊക്കെ വരുമ്പോൾ പ്രോംപ്റ്റർ ചില സമയത്ത് വാർത്തകൾ അപ്ഡേറ്റ് ആകാതെ വരും. പിന്നെ ഈ പറയുന്നത് പോലെ ചിലതിന് ഞാൻ TV-യിലുള്ളപ്പോഴാണ് ഇണ്ടാ വരില്ല സ്ക്രിപ്റ്റിൽ. അപ്പൊ അതിന്റെ പേര് എന്താ വരിക? അപ്പൊ നമ്മുടെ കൂടെ ഒരു ആങ്കർ, ഇപ്പം എന്റെ അടുത്ത സുഹൃത്താണ്, വേറെ ചാനലിൽ ജോലിയാണ്. അപ്പൊ ഇണ്ട വരാതെ ഇണ്ട ഞങ്ങൾ ഇല്ലാതാവും. അപ്പൊ എന്താ ചെയ്യാ, ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ സന്ദർശിച്ചു. അപ്പൊ ഇണ്ട ഇല്ലെങ്കിൽ എങ്ങനെയാ, അദ്ദേഹം മാന്യമായിട്ട് ജോൺ പോൾ രാമൻ മാർപ്പാപ്പ. ഞാൻ പറഞ്ഞു, അതെ ഞങ്ങളുടെ മാർപ്പാപ്പ നിങ്ങൾ ഒറ്റ മിനിറ്റ് കൊണ്ട് ഹിന്ദുവാക്കി. അത് വലിയൊരു പ്രശ്നം. അപ്പൊ അങ്ങനെ ചിലതിനകത്ത് ഇണ്ട വരില്ല. ഇങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ചില സ്ക്രിപ്റ്റില് ഈ പറഞ്ഞ എനിക്ക് ഈയിടെ പറ്റിയൊരു അബദ്ധം ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ എന്തൊക്കെയോ, അതായത് തലേ ദിവസം വളരെ കുറച്ച് സമയം 2 മണിക്കൂർ ഉറങ്ങിയിട്ട് ഇതുപോലെ തന്നെ വായിക്കുകയാണ്. അപ്പോ ആരോപണം എന്നുള്ളതിന് ഹെഡ്സിലാണ് ആരോ, മുകളില് പണം താഴെ, ഞാൻ ആരോ പണം. പിന്നെ ഞാൻ എന്താ ഞാൻ ഈ വായിക്കുന്നത്, പെട്ടെന്ന് ആ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമ്മൾ കറക്റ്റ് ചെയ്തു. പക്ഷെ എന്നാൽ പോലും ഈ പറയുന്നത് പോലെ ഉള്ള പ്രശ്നങ്ങൾ വരാം. അതുപോലെ സംഖ്യകള് 1110-ന്റെ 10 ചിലപ്പോൾ താഴെ വരാം, അല്ലെ കട്ടായിപ്പോ. അപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്ത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ജനസംഖ്യ ആയിരിക്കും, ചിലപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം ആയിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷെ അങ്ങനെയൊക്കെയുള്ള ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ. പക്ഷെ നമ്മുടെ ഒരു ടീം എന്ന് പറയുന്നത് വളരെ ആക്റ്റീവ്, IT ടീം. ഇമ്മീഡിയറ്റ് ആയിട്ട് അവര് പെട്ടെന്ന് വരും, നമ്മളെ പാനിക് ആക്കാതെ അവരെന്തെങ്കിലുമൊക്കെ ചെയ്ത് എത്രയും
എത്രയും പെട്ടെന്ന് തന്നെ അവർ കറക്റ്റ് ചെയ്ത് തരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ അപ്സെറ്റ് ആയി പോയി അല്ലെങ്കിൽ ഇഷ്യൂ പണി കിട്ടി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു ഇൻസിഡന്റ് ഇതിലേതായിരിക്കും? ഇപ്പം ഈ പറയുന്ന പോലെ എപ്പോഴെങ്കിലും ഒക്കെ ബ്ലാങ്ക് പോകുന്നതാണ്. അപ്പൊ ബ്ലാങ്ക് പോകുമ്പോഴാണെങ്കിൽ പോലും ഈ എന്താ പറയുന്നത്, നമുക്ക് അങ്ങനെ ഒരു പ്രഷർ ഉണ്ടെങ്കിൽ പക്ഷെ നമ്മൾ ശരിക്കും പാനിക് ആവും. ഇത്തരം സന്ദർഭങ്ങളിൽ പാനിക്കാം. പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യമല്ലല്ലോ, നമുക്ക് PCR എന്നുള്ള കമാൻഡ് കേൾക്കണം, ക്യാമറാമാൻ നമ്മളോട് പറയുന്നത് കേൾക്കണം, ലൈവിൽ റിപ്പോർട്ടർ ഉണ്ടെങ്കിൽ അയാൾ പറയുന്നത് കേൾക്കണം, നമ്മുടെ റാറ്റിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. അപ്പൊ ഇങ്ങനെ ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പെട്ടെന്നൊരു കാര്യം നമ്മൾ വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്നതിൽ ചെറിയൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പാനിക് ആവും. അപ്പൊ ഇതിൽ ഏത് സംഭവിച്ചാലും ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇപ്പം നമ്മൾ കാലക്രമേണ കുറച്ചൊക്കെ പഠിച്ചു വരുമല്ലോ. അപ്പൊ ഈ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ മാറിക്കഴിഞ്ഞിട്ട് തന്നെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണ്. നമ്മളെപ്പോഴും പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനും കേൾക്കാനും നടക്കാനും ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. ബട്ട് ന്യൂസിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് പ്രസന്റ് ചെയ്യേണ്ടി വരിക ഒരുപാട് വിഷമം ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കും, നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടം ഉള്ളിൽ ഒതുക്കി അവതരിപ്പിച്ച ഒരു ന്യൂസ് ഓർത്തെടുക്കുവാണെങ്കിൽ ഏതായിരിക്കും അത്? സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടെന്ന് പറഞ്ഞാൽ ഒരെണ്ണമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യുന്ന ഒരു ഭയങ്കര ഇപ്പൊ ചില കേസിൽ ഇപ്പം കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന കേസ്, കുഞ്ഞുങ്ങളെ നമ്മുടെ ആലുവയിലെ കുഞ്ഞിനെ ഉപദ്രവിച്ച കേസ്, ഇങ്ങനെയൊക്കെ വരുമ്പോഴേ ഞാൻ ആ വിഷ്വലൊന്നും നോക്കില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്ന ആ സ്ക്രിപ്റ്റ് നോക്കില്ല. കാരണം അതൊക്കെ നമ്മൾ ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് അപ്പം എടുക്കാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കണ്ണ് നിറയുന്നത്, എനിക്കൊക്കെ കണ്ണ് നിറയേണ്ടി വന്നിട്ടുള്ള സാഹചര്യമുണ്ട്. ചിലപ്പോൾ ചിലരെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാതെ ഇറക്കി വിട്ടു എന്നുള്ള വാർത്ത വരാം, അല്ലെങ്കിൽ പോലീസുകാർ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ള വാർത്ത വരാം. അപ്പൊ ഇതൊക്കെ അതിന്റെ ദൃശ്യങ്ങളോടൊപ്പം അല്ലേ വരുന്നത്. ആ ദൃശ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്കും, അതുപോലെ തന്നെ ഈ പറയുന്ന ബോട്ട് അപകടമാണെങ്കിലും ഷിരൂരിലെ അപകടമാണെങ്കിലും വയനാട്ടിലെ ദുരന്തമാണെങ്കിലും ഇതൊക്കെ ഓരോ നമുക്കത് ഒരു ന്യൂസായിട്ട് പറ്റില്ല. ഇനി എൻ്റെ പേഴ്സണൽ ലൈഫിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ മമ്മി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് കണ്ടു, മമ്മി സ്റ്റേബിളായി എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നത്. അപ്പോൾ ആർക്കോ ഒരാളുടെ ഒരു വാർത്ത വായിക്കാൻ ആളില്ലാത്തതുകൊണ്ട് എന്നോട് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ വായിക്കാൻ പറഞ്ഞപ്പം ഞാൻ വാർത്തയുടെ ഇടവേളകളിലൊന്നും കോൾ എടുക്കില്ല. പക്ഷെ ഹസ്ബൻഡ് ആ സമയത്ത് വിളിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു സിക്സ്ത് സെൻസ് ഉണ്ടാവുമല്ലോ, പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കോള് പുള്ളി വിളിക്കുമ്പോൾ തന്നെ ഞാനത് എടുത്തപ്പം എന്നോട് പറഞ്ഞു മമ്മിക്ക് സീരിയസ് ആണ് എന്ന് പറഞ്ഞു. ആ മമ്മിക്ക് സീരിയസ് ആണെന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു വെള്ളിടി വിട്ടി. അപ്പൊ നമുക്കറിയാം എന്തോ എവിടെയോ എനിക്ക് പെട്ടെന്ന് എന്തോ ചുറ്റിക വെച്ചിട്ട് നമ്മുടെ തലക്കടിക്കുന്ന ഒരു ഫീലാ. പക്ഷെ ആ ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് തന്നെ നമസ്കാരം എന്ന് പറഞ്ഞു. എനിക്കറിയാം എൻ്റെ മമ്മി പോയി എന്നുള്ളത്, ആ ഒരു ഫീൽ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ ചിരിച്ചുകൊണ്ട് ആ ബുള്ളറ്റിനെ അവസാനിപ്പിച്ചു. നേരെ ഇറങ്ങി SKN സാറിനോട് പറഞ്ഞു, സാർ മമ്മിക്ക് സീരിയസ് ആണ്. സാർ പറഞ്ഞു വേഗം പൊക്കോ, വണ്ടി വേണോ? ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ടും ഞാൻ വീട്ടിൽ കുറെ കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇതുപോലെ മരിച്ചു എന്നുള്ള. അപ്പോഴും നമ്മളെ തന്നെ വിശ്വസിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇത് വാർത്ത വായിക്കുന്നതിനിടയിൽ ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നമ്മളുടെ ഈ ദിലീപിന്റെ ജോക്കറിന്റെ സിനിമയിലെ കോമാളിയൊക്കെ ഓർത്തു. എന്നിട്ട് 4ാമത്തെ ദിവസം തന്നെ ഞാൻ വീണ്ടും വരികയും ആ വന്ന ദിവസത്തിന്റെ പിറ്റേ ദിവസം തന്നെ അടുത്ത വാല്യൂ പ്ലസിന്റെ ഇന്റർവ്യൂ ചെയ്യുകയൊക്കെ ചെയ്തു. നമ്മൾ അതിൽ നിന്ന് ഒരുപാട് മാറി നിന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതേസമയം നമ്മുടെ ലൈഫിന്റെ ഏറ്റവും വലിയ നെടുന്തൂണാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആൾക്കാർ കാണുന്ന രീതിയിലുള്ള ഒരു ഹഗ് ചെയ്യുക അങ്ങനെയൊന്നും, മമ്മി ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ലൈഫിൽ അമ്മ എന്താണെന്ന് അതിന് ശേഷം എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഓരോ ദിവസവും നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പം പെട്ടെന്നാണ് ചിലപ്പോൾ നമ്മൾ ഞെട്ടി എഴുന്നേക്കുന്നത്. ഇപ്പോഴും എനിക്ക് അതിനോട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം എനിക്ക് ഒരു തോന്നലും ഇല്ല മമ്മി ആ സമയം പോകും. ഒരു 10 വർഷം കൂടെ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കും, ദൈവമേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ഞാൻ മരിച്ചു കഴിഞ്ഞ് മരിക്കാവേ. അപ്പോൾ എന്നിട്ട് പോലും ആ ഒരു സാഹചര്യത്തെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ അങ്ങനെ പെരുമാറാൻ എനിക്ക് പറ്റി എന്നൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കരമായിട്ട് ചിലപ്പോൾ അതിശയം തോന്നാറുണ്ട്. അമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ ന്യൂസ് റീഡറായി കണ്ടതിന് ശേഷമാണ്. പക്ഷെ ഇതൊരു ഫുൾ ടൈം പ്രൊഫഷൻ ആക്കണ്ട എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടുത്ത വിയോജിപ്പുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉദ്ദേശിക്കുന്നത് ഒരു 9 to 5 ജോബ്, അതായത് നമ്മുടെ ആരോഗ്യം, നമ്മൾ ശരിയായ ഭക്ഷണം, ശരിയായ എക്സർസൈസ്, അപ്സ്കില്ലിങ്, ഇതൊക്കെ ഉള്ള ഒരു കംഫർട്ടബിൾ ആയിട്ട് നമ്മൾ, അതായത് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് കൃത്യമായി കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പം മമ്മി ഇവിടെ വന്ന് കുറച്ച് സമയം നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ചിലപ്പോൾ എക്സ്ട്രാ ഷൂട്ട് കാണും, എക്സ്ട്രാ വർക്ക് കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു പാഷനാണ്. ഞാൻ ഇഷ്ടമില്ലാതെ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇഷ്ടമില്ലാതെ ഇപ്പം എന്നെ കൊണ്ട് കഴുത്തിന് പിടിപ്പിച്ച ആരെങ്കിലും ഇന്ന ഷൂട്ട് ചെയ്യണം എന്ന് പറയാം. പക്ഷെ ഒരു കുഞ്ഞു കാര്യം, ചിലപ്പോൾ ഒരു മാർക്കറ്റിംഗ് സ്റ്റോറി ആയിരിക്കും, അതിനകത്ത് നമ്മൾ നമ്മുടെ ഹൃദയമോ ഒന്നും ഇടേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ പോലും
അത് എനിക്കത് എന്താ പറയുന്നത്, അതിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം വരത്തുള്ളൂ. അപ്പോൾ മമ്മിക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മമ്മിയെ സംബന്ധിച്ചിടത്തോളം മമ്മിക്ക് മോളാണ് പ്രധാനം. അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ ഈ പറയുന്നത് പോലെ മരിക്കുന്നത് വരെയും ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഇങ്ങനെ ആവശ്യമില്ലാതെ ചെയ്യരുത്, നീ എന്തെങ്കിലും മറ്റു ജോലി ചെയ്തുകൊണ്ട് ഒരു ഫ്രീലാൻസ് വർക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ അമ്മയ്ക്ക് ആ കാര്യത്തിൽ വിയോജിപ്പുണ്ടായിരുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നമുക്ക് എപ്പോഴും നമ്മളുടേതായ ഐഡിയോളജീസും നമ്മുടെ പ്രൊഫഷണലിസം കീപ്പ് ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ പേഴ്സണലി ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് പ്രതികരിക്കണം എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രൊഫഷണലിസം കീപ്പ് ചെയ്ത് കൺട്രോൾ ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് ഏതെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു നിലപാടുണ്ട്, ഞാൻ വിശ്വസിക്കുന്ന ഐഡിയോളജി ഉണ്ടാവാം, അതെൻ്റെ മാത്രം പേഴ്സണൽ കാര്യമാണ്. അത് ഞാൻ വളരെ പേഴ്സണലായിട്ടാണ് കാണുന്നത്. അല്ലാതെ ഞാൻ നടക്കുന്നിടത്തും പോകുന്നിടത്തും വരുന്നിടത്തും സംസാരിക്കുന്നിടത്തും എല്ലാം അതെടുത്ത് പ്രയോഗിക്കണം എന്നുള്ളത് ഇതില്ല. അത് ഞാൻ എൻ്റെ കാറിൽ വന്നിറങ്ങുമ്പോൾ KL36E8586 എന്ന് പറയുന്ന ബ്ലൂ ബലേനോ കാറിൽ ഇറങ്ങുമ്പോൾ ഐഡിയോളജി, നിലപാട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ആ കാറിൽ വെച്ചിട്ട് ഇറങ്ങുന്നത്, അതായത് എൻ്റെ പേഴ്സണലായിട്ടുള്ള. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ, ഇപ്പോൾ ഒരു കുഞ്ഞിനെ അനാവശ്യമായിട്ട് ഒരാൾ തല്ലി എന്ന് പറയുമ്പം എന്തായിരിക്കണം നമ്മുടെ നിലപാട്? ആ തല്ലിയ ആളിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത്. അപ്പോൾ വിഷയാധിഷ്ഠിതമായ നിലപാടെടുക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ എന്താണോ നീതി അതിന്റെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ള. അല്ലാതെ ഒരു കുഞ്ഞിനെ തല്ലുമ്പോൾ നീ 2 എണ്ണം കൂടെ കൊടുക്കുക എന്ന് പറയുന്നതായിരിക്കരുത് നമ്മുടെ നിലപാട്. പക്ഷെ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കൽ പോലും വാർത്തയിലോ അത് റിഫ്ലക്ട് ചെയ്യാൻ പാടില്ല. കാരണം അത് റിഫ്ലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്, പിന്നെ ഒരു ജേർണലിസ്റ്റ് എന്നുള്ള പേരിന് നമ്മൾ അർഹരല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് സിനിമാ താരങ്ങളെ പോലെ തന്നെ വാല്യൂ നമ്മൾ കാണുന്ന ആൾക്കാരാണ് വാർത്താ അവതാരകർ. ഇവരെത്തുന്ന വേഷവും ലുക്കും എല്ലാം തന്നെ ശ്രദ്ധ നേടാറുണ്ട്. സിനിമാ താരങ്ങളെക്കാൾ ഒരു പടി മുകളിൽ ഇവർ വൈറൽ ആകാറുണ്ട് എന്ന് പറഞ്ഞാലും തെറ്റില്ല. അതേസമയം വർഷങ്ങളായി സിനിമാ മേഖലയിലേക്ക് വന്ന് അതൊരു പാഷനായി കൊണ്ട് നടക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ജേർണലിസത്തിലേക്ക് വന്ന് അല്ലെങ്കിൽ മാധ്യമ രംഗത്തേക്ക് വന്ന് അവിടെ പാഷൻ കണ്ടെത്തി അവിടെ ജീവിക്കുന്ന ആൾക്കാർ നിരവധി പേരുണ്ട്. ഒരു ജോലി എന്നതിലുപരി ജേർണലിസം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം ഒരു പാഷനായി കാണുന്ന ആളുകൾ. എന്നാൽ ഇപ്പോൾ വാർത്താ അവതാരകരെ നോക്കുമ്പോൾ, റീഡേഴ്സിനെ നോക്കുമ്പോൾ അവർക്ക് നിരവധി അനുഭവങ്ങൾ ഉണ്ടാവാം. രസകരമായതും സങ്കടം വരുന്നതും അങ്ങനെ തുടങ്ങി നിരവധി അനുഭവങ്ങൾ. ഇടയ്ക്ക് കുറച്ചുനാൾ മുൻപ് ഒരു വാർത്താ അവതാരകയുടെ, ഒരു ഇംഗ്ലീഷ് ചാനലിലെ വാർത്താ അവതാരകയുടെ ഒരു വീഡിയോ വൈറലായിരുന്നു. വാർത്ത വായനയ്ക്കിടയ്ക്ക് ഒരു ആക്സിഡന്റ് ന്യൂസ് വായിക്കാൻ ഇടവരുന്നു. എന്നാൽ ആ ആക്സിഡന്റിൽ മരണപ്പെട്ടത് തന്റെ ഭർത്താവാണെന്ന് വാർത്ത വായിക്കുമ്പോഴാണ് അറിയുന്നത്. ആ സമയത്ത് സങ്കടം വന്ന് കണ്ണൊക്കെ നിറഞ്ഞെങ്കിലും ആ വാർത്ത വായിച്ചു തീർക്കുന്ന ഒരു അവതാരകയായിരുന്നു അവർ. അതുപോലെ നിരവധി അനുഭവങ്ങൾ തന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുകയാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ ക്രിസ്റ്റീന ചെറിയാൻ. 24 ന്യൂസിലെ റീഡറാണ് ക്രിസ്റ്റീന. വാർത്ത വായനയ്ക്കിടെ തന്റെ അമ്മ മരണപ്പെട്ട വാർത്തയാണ് ക്രിസ്റ്റീനയെ തേടിയെത്തിയത്. ആ വാർത്ത വായിക്കുന്ന സമയത്തും സങ്കടം ഉള്ളിലൊതുക്കി ബ്രേക്ക് പറഞ്ഞ് പിന്നെയും ചിരിയോടെ സ്വാഗതം പറഞ്ഞ് വാർത്ത വായിച്ചു തീർക്കുകയായിരുന്നു ക്രിസ്റ്റീന. ഈ അനുഭവം പറയുകയാണ്.